ഇന്നത്തെ വിഷയം ആദ്യകാലഘട്ടങ്ങളിൽ ഒരു വിഭാഗം ഹിന്ദു സമുദായത്തിലെ വിവാഹത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ നിന്നിരുന്ന വിവാഹ രീതികളാണ്. ഒന്ന് വേളിയും മറ്റൊന്ന് സംബന്ധവും. വേളി എന്ന് പറയുന്നത് നമ്പൂതിരി സമുദായത്തിൽ നിലനിൽക്കുന്ന ഒരു വിവാഹ ചടങ്ങാണ്. മറിച്ച് സംബന്ധം എന്ന് പറയുന്നത് നായർ ക്ഷത്രിയ സമുദായങ്ങളിൽ നിലനിന്നിരുന്ന വിവാഹത്തിനെയാണ് സംബന്ധം എന്ന് പറയുന്നത്. അതിനെ തന്നെ പുടവ കൊടുക്കൽ എന്ന് പറയുന്ന ഒരു ചടങ്ങ് കൂടെ ആയി പറയാൻ പറ്റും. നമ്പൂതിരി സമുദായത്തിൽ മൂത്ത പുത്രന് മാത്രമേ വേളി കഴിക്കാൻ, സ്വജാതിയിൽ നിന്ന് വേളി കഴിക്കാൻ അർഹതയുള്ളൂ. മറ്റുള്ളവർക്കാർക്കും വേളിക്ക് അവകാശമില്ല. അവർക്ക് സംബന്ധം കഴിക്കാം. അതായത് ക്ഷത്രിയ നായർ യുവതികളെ അവർക്ക് സംബന്ധം കഴിക്കാനുള്ള അവകാശമുണ്ട്. സ്വജാതിയിൽ നിന്ന് വേളി കഴിച്ചാൽ നമ്പൂതിരി യുവാക്കൾ ഭ്രഷ്ടരാക്കപ്പെടും. അതിനാൽ അവർക്ക് സംബന്ധം കഴിക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. സംബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ വിളിച്ചു കയറ്റുന്ന ഒരു ചടങ്ങല്ല. അത് കാരണവന്മാരായിട്ട് തീരുമാനിക്കുന്ന വിവാഹങ്ങളാണ് സംബന്ധം. ഇപ്പോൾ പല ക്ഷത്രിയ കുടുംബങ്ങളിലും പല സമ്പന്ന നായർ കുടുംബങ്ങളിലും നമ്പൂതിരി യുവാക്കൾ സംബന്ധം കഴിച്ചതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും നടന്നു വരുന്ന ചില കാര്യങ്ങളാണ്. കൊച്ചി മഹാരാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ്റെ അച്ഛൻ ഒരു നമ്പൂതിരിയായിരുന്നു. അതുപോലെ NSSൻ്റെ ആചാര്യനായിരുന്ന മന്നത്ത് പത്മനാഭപിള്ളയുടെ അച്ഛൻ ഒരു നമ്പൂതിരിയായിരുന്നു. ഇതുപോലെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മളുടെ സമക്ഷം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതുപോലെയുള്ള വിവാഹങ്ങൾ ക്ഷത്രിയരും നായന്മാരും തമ്മിൽ സംബന്ധം കഴിക്കുമായിരുന്നു. ക്ഷത്രിയർക്കും നായർക്കും മരുമക്കത്തായമായിരുന്നു എങ്കിൽ നമ്പൂതിരിമാർക്ക് മക്കത്തായ സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവാഹ ചടങ്ങുകൾ നിലനിന്നിരുന്നത്. നമ്പൂതിരി സമുദായത്തിൽ മൂത്ത പുത്രന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരാകാമെന്നും ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പിന്നെയും വിവാഹം കഴിക്കാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് നിഷേധിക്കാൻ പാടില്ലാത്തായിരുന്നു. നേരെ മറിച്ച് നമ്പൂതിരി സമുദായത്തിൽ ബഹുഭാര്യത്വമായിരുന്നു നിലനിന്നിരുന്നെങ്കിൽ ക്ഷത്രിയ നായർ കുടുംബങ്ങളിൽ ബഹുഭർത്തൃത്വവും നിലനിന്നിരുന്നു. സ്ത്രീയാണ് മുൻതൂക്കം. ക്ഷത്രിയ വംശത്തിലും നായർ വംശത്തിലും സ്ത്രീകൾക്കാണ് അധികാരം ഉണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരെ ഒഴിവാക്കാനും അവർക്കിഷ്ടമുള്ള ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുമുള്ള അവകാശം ഉണ്ടായിരുന്നു. നമ്പൂതിരി സമുദായത്തിൽ നേരെ തിരിച്ചാണ്. സ്ത്രീകൾക്ക് ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അടിമയായിട്ട് ജീവിക്കേണ്ട ഗതികേടായിരുന്നു നമ്പൂതിരി ഈ സമുദായത്തിൽ നിലനിന്നിരുന്നത്. സ്വത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്പൂതിരി സമുദായത്തിൽ പിതൃദായക ക്രമമായിരുന്നു നിലനിന്നിരുന്നെങ്കിൽ നായർ ക്ഷത്രിയ സമുദായങ്ങളിൽ മാതൃദായക ക്രമം വഴിയാണ് സ്വത്ത് കിട്ടിയിരുന്നത്. മരുമക്കത്തായ സമ്പ്രദായം നായർ ക്ഷത്രിയ സമുദായങ്ങളിൽ നിലനിന്നിരുന്ന ഒരാചാരമായിരുന്നു. കൂട്ടുകുടുംബ സമ്പ്രദായവും എല്ലാം നായർ ക്ഷത്രിയ നമ്പൂതിരി കുടുംബങ്ങളിൽ നിലനിന്നിരുന്ന ആചാരങ്ങളായിരുന്നു. ഇന്ന് അതെല്ലാം തകർത്ത് തരിപ്പണമാക്കിയത് ഈ ആദ്യം അധികാരത്തിൽ വന്ന EMS ചങ്ങടൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന LDF മന്ത്രിസഭയാണ്. അതുകൊണ്ട് ഇന്ന്
വീടുകളിൽ പ്രായമായവർക്കും കുട്ടികൾക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരികയാണ്. ഇന്ന് വീടുകളിലൊക്കെ എന്തോ അണുകുടുംബങ്ങളായി മാറി. മറ്റത് വീടുകളിൽ അങ്ങനെയല്ല, ഒന്നിൽ കൂടുതൽ അംഗങ്ങളുണ്ടായിരുന്ന കുടുംബങ്ങളിൽ വളരെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു. മറിച്ച് ഇന്ന് അതിന് തിരിച്ചായിട്ടാണ് അനുഭവം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതലായി പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു, നിർത്തുന്നു.